ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത നാടൻ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ തുടങ്ങിയാലോ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഏത്തക്കൊലയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്ത് വറക്കാൻ വേണ്ടി വെച്ചു, ബാക്കിയുള്ളത് പഴുപ്പിക്കാനും വെച്ചു. ഇതിപ്പോൾ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇനി പ്രത്യേകം പറയണമെന്നൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കായ പഴുപ്പിച്ച് കഴിക്കുന്നതും അതേപോലെ തന്നെ അത് വെച്ച് ചിപ്സ് ഉണ്ടാക്കുന്നതും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം കറ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഓരോ കായും എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് നടുവേ ഒരു വരയിട്ടിട്ട് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. ഈ പൊളിച്ചു വെച്ചേക്കുന്ന കായെല്ലാം കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അതായത് ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ കായ പൊളിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഓരോ കായം പൊളിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഇനി നമ്മൾ എല്ലാ കായും പൊളിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഈ ഓരോ കായും കഴുകിയെടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെയാണ് കേട്ടോ ഓരോ പാത്രത്തിനകത്തേക്കും വാരിയെടുത്ത് വെക്കണം. ഇനി നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് വറക്കുന്നത് ആ ഒരു ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയതാണ് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തക്കയെല്ലാം ചെറിയ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഏത്തക്ക അരിയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് എണ്ണ ചൂടായി കിട്ടുകയും ചെയ്യും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്ക 1 by 1 ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓൾറെഡി ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തക്ക കയ്യിലെടുത്തിട്ട് ഒന്ന് മാറ്റി മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് പയ്യെ പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല വിളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഈ ഒരു പെട്ടെന്ന് നമ്മൾ ഇതിനകത്ത് കിട്ടപ്പോഴത്തേക്കിന് ഈ ഒരു യെല്ലോ കളർ കിട്ടും. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് യെല്ലോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുക്കിച്ച് കുറേ കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു കിലുകില എന്നുള്ളൊരു സൗണ്ട് കേൾക്കും കേട്ടോ. അതായത് ഈ ഇളക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന ഒരു ടൈമിലാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഇളക്കുമ്പോൾ നമുക്കൊരു കിലുകില്ല എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. ആ ഒരു ടൈമിലാണ് നമ്മളിതിനകത്തേക്ക് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് നീര് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. എണ്ണയൊന്ന് മാറിപ്പോകാൻ വേണ്ടി ഇതേപോലൊരു പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എന്തോരം ഏത്തക്ക അരിഞ്ഞോ അത്രയും നമ്മൾ ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി ഇതേപോലെ എടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിക്ക്. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, വെളിച്ചെണ്ണയിൽ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണയിലാണോ ഉണ്ടാക്കാറുള്ളത് അതോ സൺഫ്ലവർ ഓയിലാണോ ഉണ്ടാക്കാറുള്ളത്? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.